ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് വിസകൾ ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികളാണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെലിവറി ജോബിന് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അത് എറണാകുളത്ത് നമ്മൾ കടവന്ത്രയിൽ വെച്ചിട്ട് എബ്രോയിഡ് എയ്ഡിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വെച്ചിട്ട് ഈ വരുന്ന ഞായറാഴ്ച, അതായത് നവംബർ മാസം 2-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. പാനലിൽ ഞാനും ഉണ്ടാവും. അപ്പോൾ ഈ ഡെലിവറി ജോബിന് 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള എല്ലാ യുവാക്കൾക്കും ഈ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് നമുക്കൊരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും അത്യാവശ്യമില്ല. 10ാം ക്ലാസ് പാസ്സാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ പാസ്പോർട്ട് കയ്യിലുള്ള ആൾക്കാർക്ക്, ആദ്യം അങ്ങനെ ഒക്കെ ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് വന്നിട്ട് ഇതിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് ഫ്രീ ജോബ് അല്ല. അപ്പോൾ അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വേക്കൻസിയാണ്. എത്രയും പെട്ടെന്ന് ആദ്യം വന്ന് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് കയറി പോകാൻ പറ്റുന്ന ജോബാണ്. അതേപോലെ അതൊരു പ്രഷർലെസ് ജോബാണ്. നമ്മളെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ തരാനൊന്നും ഇല്ലാത്ത ജോബാണ്. നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ കൂടുന്ന പോലെ തന്നെ അവിടെ തലബാത്ത് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് വന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അതേപോലെ വരുന്ന സമയത്ത് പാസ്പോർട്ട് കൊണ്ടുവരിക. പിന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ വേണം. ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ PDF നമ്മൾ JPG ഫയലാക്കിയിട്ട് ഫോണിൽ തന്നെ കൊണ്ടുവന്നാൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരിക. ബാക്കി അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കടവന്ത്രയിൽ നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ വന്നിട്ട് താല്പര്യമുള്ള ആളുകളൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. മാക്സിമം ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ജോബ് നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ വഴി 10-40 പേരോളം ഈ ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ഇഷ്ടമുള്ള മണിക്കൂർ ജോലി ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഡ്യൂട്ടി നമുക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും സാലറിയുള്ള ജോബ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഗൾഫിലൊന്നും ആർക്കും കിട്ടില്ല. കാരണം ഇത് 1.5 ലക്ഷത്തിന് മുകളിൽ നമുക്ക് മാസം നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ജോബാണ്. ഇപ്പോൾ പുതിയൊരു സ്ഥാപനം കൂടി തുടങ്ങിയിട്ടുണ്ട്, കീറ്റ എന്ന് പറഞ്ഞ സ്ഥാപനം കൂടി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ജോലിക്കും ഈ 2 സ്ഥാപനങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അതിന് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുക. നമ്മൾ വരുമ്പോൾ കൊണ്ടുവരേണ്ടത് പാസ്പോർട്ടും അതേപോലെ തന്നെ നമ്മളെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം കൊണ്ടുവരാൻ. പാസ്പോർട്ട് സൈസ് ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്നുള്ള കാര്യം മറക്കാണ്ടിരിക്കുക. അപ്പോൾ മറ്റ് ജോബ് വേക്കൻസികളൊക്കെ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികൾ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. വിസകൾ ഫ്രീ ആയിട്ടുള്ള ജോബാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സർവീസ് ചാർജുകളൊന്നും ഇല്ലാത്ത ജോബ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജോബിന് ആരെങ്കിലും പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ പണം കൊടുക്കേണ്ട ആവശ്യമില്ല. ഡെലിവറി ജോബിൻ്റെ കാര്യമല്ല പറഞ്ഞിട്ടുള്ളത്, ബാക്കിയുള്ള നമ്മുടെ എല്ലാ ജോബ്സിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നല്ല CV തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ല CV നിങ്ങൾ തയ്യാറാക്കുക. അതായത് പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഒരു അട്രാക്ഷൻ വരുന്ന രീതിയിലുള്ള CV തയ്യാറാക്കിയിട്ട് വേണം നിങ്ങൾ അയച്ചു കൊടുക്കാൻ. കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ ആരും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുന്നതോട് കൂടി നിങ്ങളുടെ ജോബിൻ്റെ എക്സ്പീരിയൻസ് ഒരു ചെറിയ വോയിസ് മെസ്സേജ് ആയിട്ടും അയക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. ഞാൻ എൻ്റെ ഒഴിവ് പോലെ ഞാൻ കമൻറ്റുകൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ശരി എന്നാൽ.